കാവിലങ്ങി ദേവി ആരെന്നറിയാതെ ആരോടും ചോദിക്കാതെ ചെല്ലുനേരം ശത്രുവിന് മനസ്സ് കൊടുത്തുപോയി. ഊണിലും ഉറക്കത്തിലും ആ ദ്രോഹി എന്നെ പിന്തുടരുന്നു. അമ്മേ, മായ്ച്ചു തരും, ശത്രുവിനെ മനസ്സിൽ നിന്ന് മായ്ച്ചു തരും. ദേവി, സ്നേഹസ്വരൂപിണി, തുറച്ചു നോക്കാതെ സത്യമല്ലാണ്ട് നീതിയല്ലാണ്ട് മനസ്സാലെ യാതൊന്നും ചെയ്തിട്ടില്ല. അടിയന്റെ മനസ്സിലൊരു പെണ്ണ് വന്ന് പെട്ടുപോയി. കച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ. രക്ഷിക്കണേ ദേവി. ദൂരെ മാറുന്ന പ്രാർത്ഥിക്കും. ദേവി, അവിടുത്തെ മുഖമോ കാണാൻ പാടില്ല, പിൻഭാഗമെങ്കിലും ഒന്ന് കാണിക്കാൻ അനുവദിക്കണമേ. അമ്മോ, അമ്മോ, വിശക്കണമ്മോ, വിശക്കണമ്മോ. നിനക്ക് വല്ലാണ്ട് വിശക്കണുണ്ടോ? ഉണ്ടമ്മോ. കാട് കായ്ക്കുന്ന നാളല്ല, തിന വിളയണ കാലമല്ല. കരയെല്ലാം മഴയില്ലാതെ വരണ്ടുപോയി. തൊഴിലുമില്ല അമ്മോ. എന്ത് ജോലി ചെയ്യുമോ? അമ്മോ, എന്ത് ജോലിയും ചെയ്യും. കന്നുകാലിയെ നോക്കും, അരച്ചി കളിക്കും, മെഴുക്കും, നെല്ല് കുത്തും, ഉഴുന്നാട്ടും, അടുക്കള പണി നോക്കും, വിറകും കീറും. ശരി, നിനക്ക് എന്ത് തരണടാ കൂലി? എനിക്ക് അഞ്ഞാഴി നെല്ലും പഴങ്കഞ്ഞി. എനിക്ക് ആരക്ക് നെല്ലും അരിക്കാടി. അമ്മോ, വേല മുടിയണ നേരത്തെ ഇവരെ കൊണ്ട് കളിപ്പിക്കാം, തേൻ നോക്കിക്കാം. ശരി ശരി, ആ കണ്ണാടിപ്പുരയിൽ കിടന്നോളൂ. നീലി, എന്തോ ഇന്നെന്താ പതിവില്ലാതെ കാവൽ തത്ത ചിലക്കണത്? എടുത്തിക്കിടക്കണ കണ്ണാടിത്തക്കന്റെ കുരങ്ങനെ കണ്ടിട്ടാവാം. ഉറങ്ങാൻ പോകുമ്പോ തത്തയ്ക്ക് തിനയില്ലേൽ തിന കൊടുത്തിട്ട് പോവിൻ. കൊടുക്കാൻ തമ്പരാട്ടി. അരുത്, ഉറങ്ങിക്കിടക്കുമ്പോൾ വെട്ടിക്കൊല്ലുന്നത് ചതിയാണ്. ശത്രുവിനെ എപ്പോഴും കൊല്ലാം. അരുതുമാക്കം. നിങ്ങളുടെ അച്ഛൻ അപ്പൂപ്പന്മാർ മുതലേ ചതിയന്മാരാണെന്ന് കേട്ടിരിക്കണം. ചതിച്ചാരെയും കൊല്ലരുത്. നിങ്ങൾ എന്റെ അച്ഛനെ കൊന്നവനാണ്. എന്റെ അച്ഛന്റെ മുഖം എനിക്കൊന്ന് കാണാൻ ഇടയാകാതെ കൊന്നവനാണ്. അച്ഛന്റെ മുഖം കാണാത്തതിൽ മാക്കത്തിന് ദുഃഖമുണ്ടല്ലേ? നിന്റെ അച്ഛൻ ചന്തുവിന്റെ മടിയിൽ മയങ്ങിക്കിടന്ന എന്റെ അച്ഛൻ ആരോമൽ ചേകവരുടെ എള്ളോളം മുറിവിൽ കുത്തുവിളക്ക് കുത്തിയിറക്കി ചതിച്ചു കൊന്നതിൽ എനിക്ക് ദുഃഖമില്ലേ മാക്കം? പറയും, എനിക്ക് ദുഃഖമില്ലേ? കൊല്ലണമെങ്കിൽ കൊന്നോളി. ഇതാ, ഈ ഉറുമി കൂടെ ഇരിക്കട്ടെ. മാക്കം, നീ എന്റെ മുറപ്പെണ്ണാണ്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പെണ്ണെ. ഞാൻ എന്റെ ആങ്ങളെ വിളിക്കും. വേണ്ട മാക്കം, ഭയം കൊണ്ടല്ല. നിന്റെ ആങ്ങളെയും അച്ഛനെയും കൊന്നവനാകാതിരിക്കാൻ. എന്നെ കൊല്ലണമെങ്കിൽ നീ കൊന്നോളിൻ. സ്നേഹിക്കുന്നവരുടെ കൈകൊണ്ട് മരിക്കുന്നത് ഒരു സുഖമാണ്. അയ്യോ!
മാക്കാം മാക്കാം മാക്കാം. ആരാണ് പാദയാത്രി അരക്കകത്ത് നിന്ന് കൂവിയത്? അത് പറയേ. മധി, നീ ഒരു കുരങ്ങനെ കണ്ട് ഭയപ്പെട്ടു. നീയാണോ ആരോമുണ്ണിയോടും കണ്ണപ്പുണ്ണിയോടും പടമുരുതാൻ പോകുന്നവൾ? എടാ കണ്ണാടി തെക്കന്മാരെ, നിങ്ങളുടെ കുരങ്ങനെ പിടിച്ച് പൂട്ടിയിടേ. പൂട്ടിയ തമ്പ്ര കൊരങ്ങാൻ പൂട്ടി. ആ, ഇനി പോയി കിടന്നോളി. എന്റെ മുഖത്ത് നോക്കി പാടാൻ ആ വേടൻ എങ്ങനെ ധൈര്യമുണ്ടായി? അവൻ ആരായിരിക്കും? ആള് വേടനാണെന്ന് തോന്നുമെങ്കിലും നല്ല അഴകടല്ലേ രാജകുമാരി? കുമാരി, മറുനാട്ടു വൈദ്യന്മാരെ തേടാൻ മഹാരാജാവ് ആളെ വെച്ചിരിക്കുന്നു. മകളെ, ഇത് അത്ഭുത സിദ്ധിയുള്ള ഒരു വൈദ്യ ശിരോമണിയാണ്. ഇദ്ദേഹം ഭിഷഗ്വര രത്നം ലംബോദര സ്വാമി തിരുവടികൾ. ഞാൻ അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യൻ ബദിരാനന്ദ സ്വാമി. വെറും പടികൾ.